സിലിണ്ടർ ഡെലിവറിക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നതും പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് തീരുമെന്ന പേടി വേണ്ട എന്നതും വലിയ അറിയിപ്പ് ലഭിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് 90 ദിവസത്തിനുള്ളിൽ LPG-യിൽ നിന്ന് PNG-യിലേക്ക് മാറിയില്ലെങ്കിൽ LPG വിതരണം നിർത്തലാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ മാർച്ച് 24-ന് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് PNG? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉത്തരവ്? PNG-യുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പാചകവാതക പ്രതിസന്ധി മറികടക്കാനായി രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പരിശോധിക്കാം. യുദ്ധം നമ്മുടെ രാജ്യത്തല്ലെങ്കിലും അത് നമ്മുടെ അടുക്കളകളെ ബാധിക്കുമെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമുദ്രപാതകളെ മാത്രം ആശ്രയിക്കുന്ന LPG വിതരണം പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ എളുപ്പമല്ല. ഇന്ത്യക്ക് ആവശ്യമായ LPG-യുടെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. കടലിടുക്കുകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതും ഗൾഫ് മേഖലയിലെ വാതക സംസ്കരണശാലകൾക്കുണ്ടായ നാശനഷ്ടങ്ങളും ഇന്ത്യയിലേക്കുള്ള LPG വിതരണത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള നഗരങ്ങളിൽ 25 ദിവസമായും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായും പുനർനിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു സിലിണ്ടർ ഡെലിവറി കഴിഞ്ഞ് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് നഗരപ്രദേശത്ത് 25 ദിവസം കഴിഞ്ഞ് മാത്രം, ഗ്രാമങ്ങളിലാണെങ്കിൽ 45 ദിവസം കഴിഞ്ഞ് മാത്രം. പക്ഷേ ഈ സാഹചര്യത്തിൽ ആശുപത്രികൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, ശ്മശാനങ്ങൾ, ഓർഫനേജുകൾ, സുഭിക്ഷ ഹോട്ടലുകൾ പോലെയുള്ള കമ്മ്യൂണിറ്റി കിച്ചനുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നതിനായി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് അവർക്ക് ആവശ്യമുള്ളതിന്റെ 40% മുതൽ 50% വരെ മാത്രമാണ് നിലവിൽ LPG നൽകുന്നുള്ളൂ. ഇത് പലയിടങ്ങളിലും ഹോട്ടലുകൾ ഭാഗികമായി അടച്ചിടുന്നതിനും ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. ഇനി ഒരിക്കലും ഗൾഫ് മേഖലകളിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്തെ അടുക്കളകളെ ബാധിക്കാത്ത വിധത്തിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് PNG-യിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത്. എന്താണ് PNG? ഗ്യാസ് പൈപ്പ് ലൈൻ വരുന്നതിനെതിരെ നടന്ന സമരങ്ങൾ നാം മറന്നു കാണില്ല. അതുവഴി കണക്ഷൻ എടുത്തവർക്ക് ഇപ്പോഴും എപ്പോഴും ഒരു വിധത്തിലുള്ള പാചകവാതക ക്ഷാമവും ഉണ്ടായിട്ടില്ല. PNG എന്നാൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഗ്യാസ് സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ വഴി നേരിട്ട് അടുക്കളകളിലേക്ക് എത്തുന്ന പ്രകൃതിവാതകമാണിത്. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയുടെ മിശ്രിതമാണ് LPG എങ്കിൽ PNG മീഥേനാണ്. PNG-യിലേക്ക് മാറുക വഴി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയുകയും അതിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വിലക്കയറ്റം, വിതരണ തടസ്സങ്ങൾ തുടങ്ങിയവയെ മറികടക്കാനും കഴിയും. രാജ്യത്തെ കോടിക്കണക്കിന് വീടുകളിലെ പാചക രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടിയാണ് LPG സിലിണ്ടറുകളിൽ നിന്ന് PNG-യിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. PNG സൗകര്യം ലഭ്യമായ ഇടങ്ങളിലുള്ളവർക്ക് പുതിയ PNG കണക്ഷനിലേക്ക് മാറാൻ 3 മാസത്തെ സമയമാണ് അനുവദിക്കുക. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലമുണ്ടായ നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്താണ് ഗവൺമെന്റ് കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പൈപ്പ് ഗ്യാസ് സൗകര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറുന്നത് LPG ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ഒരേ വീട്ടിൽ തന്നെ LPG-യും PNG-യും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ LPG സിലിണ്ടർ സറണ്ടർ ചെയ്യണം. അങ്ങനെ സറണ്ടർ ചെയ്താൽ മാത്രമേ പൈപ്പ് ലൈൻ എത്താത്ത ഗ്രാമപ്രദേശങ്ങളിൽ LPG ഉറപ്പുവരുത്താൻ കഴിയൂ. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി ഇത്തരത്തിലുള്ള പൈപ്പ് ലൈൻ ശൃംഖല അതിവേഗം വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സമയമെടുത്താണെങ്കിലും ഇത് ഗ്രാമപ്രദേശങ്ങളിലേക്കും എത്തുമെന്നതിൽ സംശയമില്ല. പൈപ്പ് ലൈൻ ശൃംഖല അതിവേഗം വ്യാപിപ്പിക്കാനും രാജ്യത്തുടനീളമുള്ള വീടുകളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര സ്രോതസ്സുകളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ടെർമിനലുകളിൽ നിന്നും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ ശൃംഖല കൂടുതൽ സുരക്ഷിതമാണെന്നതുപോലെ തന്നെ PNG വളരെ ലാഭകരമാണ്. LPG സിലിണ്ടറുകൾക്ക് ആവശ്യമായ ട്രാക്കുകൾ, ബോട്ട്ലിംഗ് പ്ലാന്റുകൾ, ഡീലർമാർ എന്നിവരുടെ കമ്മീഷനുകൾ ഒഴിവാക്കുന്നതിലൂടെ
30% മുതൽ 40% വരെ വിലക്കുറവിൽ PNG ലഭ്യമാകുന്നു. സിലിണ്ടർ ഡെലിവറിക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നതും പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് തീരുമെന്ന പേടി വേണ്ട എന്നതും വലിയ ആശ്വാസമാണ്. അടുക്കളയിൽ സിലിണ്ടർ സൂക്ഷിക്കുന്നില്ല എന്നതിനാൽ വളരെ സുരക്ഷിതവുമാണ്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വിവിധ അതോറിറ്റികളിൽ നിന്ന് അനുമതി ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കാനും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുന്നതിനുമുള്ള നടപടികളുണ്ടാകും. അതുമാത്രമല്ല, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ പൈപ്പ് ലൈൻ നിർമ്മാണത്തെ തടയുന്ന സാഹചര്യം ഇനി മുതൽ അനുവദിക്കില്ല. ദേശീയ താൽപര്യം മുൻനിർത്തി ഇത്തരം തടസ്സങ്ങളെ മറികടക്കാൻ കമ്പനികൾക്ക് അധികാരം നൽകും. LPGയേക്കാൾ ശുദ്ധമായ ഇന്ധനമാണ് പ്രകൃതിവാതകം എന്നതിനാൽ പരിസ്ഥിതിക്കും ഗുണകരമാണ്. അതുപോലെ ഉജ്ജ്വല പദ്ധതി വഴിയും മറ്റും സർക്കാർ നൽകുന്ന വലിയ സബ്സിഡി ഭാരം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. PNG ശൃംഖല വ്യാപിക്കുന്നതോടെ അതിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കും. അതിനോടൊപ്പം അമേരിക്ക, ഓസ്ട്രേലിയ, റഷ്യ, മൊസാംബിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ധനം പൈപ്പ് ലൈൻ വഴി കണക്ട് ചെയ്യാൻ എളുപ്പവുമാണ്. അപ്രകാരം UAE, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും സാധിക്കും. സാധാരണഗതിയിൽ സിലിണ്ടറുകളിലെ ഗ്യാസ് തീരുമ്പോൾ അവസാനമായി അവശേഷിക്കുന്ന കുറച്ച് ഗ്യാസ് നഷ്ടപ്പെടാറാണ് പതിവ്. PNGയിലൂടെയാകുമ്പോൾ കൃത്യമായി കത്തിച്ച യൂണിറ്റ് എത്രയാണോ അതിന് മാത്രം പണം നൽകിയാൽ മതി. ഡെലിവറി ചാർജിന് ലാഭം. 24 മണിക്കൂറും അവൈലബിൾ ആയിരിക്കും എന്നതും എടുത്തു പറയേണ്ടതാണ്. PNG പൈപ്പ് ലൈൻ സൗകര്യം സമീപത്തുണ്ടായിട്ടും ശീലത്തിന്റെ പുറത്ത് ഇപ്പോഴും LPG സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെ PNGയിലേക്ക് മാറ്റുക തന്നെ ചെയ്യും. സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ടതില്ല, ഡെലിവറിക്കായി കാത്തിരിക്കേണ്ടതില്ല, ഗ്യാസ് എപ്പോൾ തീരുമെന്ന പേടിയും വേണ്ട. LPG സിലിണ്ടറുകൾ ഓരോ വീട്ടിലും എത്തിക്കുന്നതിന് വലിയ ചെലവും അധ്വാനവും ആവശ്യമാണ്. അത് ലോറികൾ കയറ്റി ഓരോ വീടുകളിലും എത്തിക്കാൻ ഇന്ധനത്തിന് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും വലിയ തുകയാണ് ചെലവാകുന്നത്. LPG വലിയ വില കൊടുത്ത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം PNG അഥവാ പ്രകൃതിവാതകം ഇന്ത്യയിൽ തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. പൈപ്പിലൂടെ കൃത്യമായ അളവിൽ മാത്രമേ ഗ്യാസ് എത്തുകയുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറവായതിനാലാണ് LPGയേക്കാൾ കുറഞ്ഞ നിരക്കിൽ PNG നൽകാൻ കമ്പനികൾക്ക് സാധിക്കുന്നത്. ചുരുക്കത്തിൽ പൈപ്പ് വഴിയുള്ള ഗ്യാസ് വിതരണം സർക്കാരിനും വിതരണ കമ്പനികൾക്കും ഒപ്പം അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്കും സാമ്പത്തികമായി ലാഭകരമാണ്, ഗുണകരമാണ്. നിങ്ങളുടെ പ്രദേശത്ത് PNG സൗകര്യം ലഭ്യമാണെന്ന അറിയിപ്പ് ലഭിച്ചാൽ ഇനി 90 ദിവസത്തിനുള്ളിൽ പുതിയ PNG കണക്ഷനായി അപേക്ഷ നൽകേണ്ടതാണ്. അനുവദിച്ച സമയത്തിനുള്ളിൽ PNGയിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ LPG വിതരണം നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ സാങ്കേതിക കാരണങ്ങളാൽ വീട്ടിൽ PNG കണക്ഷൻ നൽകാൻ കഴിയില്ലെന്ന് ഗ്യാസ് ഏജൻസി സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ പിന്നീട് LPG ലഭിക്കുകയുള്ളൂ. താമസിക്കുന്ന പ്രദേശത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമാണെങ്കിൽ സേവനം നൽകുന്ന ഏജൻസി, അതായത് ഗെയിൽ, അദാനി ഗ്യാസ്, IOCL എന്നിവയിൽ ഏതാണെന്ന് കണ്ടെത്തി കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ കസ്റ്റമർ കെയർ സെന്റർ വഴിയോ അപേക്ഷിക്കാം. ആധാർ കാർഡ് പോലുള്ള തിരിച്ചറിയൽ രേഖയും വീടിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയും ആവശ്യമാണ്. ഇൻസ്റ്റാളേഷൻ ചാർജും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടക്കം ഏകദേശം 6000 രൂപ മുതൽ 10000 രൂപ വരെ ചെലവ് വരാം. PNG കണക്ഷനിലേക്ക് മാറുമ്പോൾ നിലവിലുള്ള LPG സ്റ്റൗ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. LPGയുടെയും PNGയുടെയും പ്രഷറിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അതുകൊണ്ട് PNG കണക്ഷൻ നൽകുമ്പോൾ തന്നെ കമ്പനി ജീവനക്കാർ സ്റ്റൗവിലെ നോസിലുകൾ മാറ്റുന്നതാണ്. PNG കണക്ഷൻ ലഭിച്ചാൽ ഉടൻ തന്നെ നിലവിലുള്ള LPG കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. LPG ഡിസ്ട്രിബ്യൂട്ടറെ സമീപിച്ച് സിലിണ്ടറും റെഗുലേറ്ററും തിരികെ നൽകാം. സിലിണ്ടർ തിരികെ നൽകുമ്പോൾ ഒരു ടെർമിനേഷൻ വൗച്ചർ ലഭിക്കും. അതുപയോഗിച്ച് മുമ്പ് നൽകിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ വാങ്ങാം. LPG കണക്ഷൻ സറണ്ടർ ചെയ്തിട്ടില്ലെങ്കിൽ 3 മാസത്തിന് ശേഷം LPG വിതരണം താനെ നിർത്തലാക്കാനാണ് സാധ്യത. ഇതൊക്കെയാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടങ്ങളിൽ പൈപ്പ് ലൈൻ എത്തുന്നതുവരെ നിലവിലുള്ള സിലിണ്ടർ വിതരണം സർക്കാർ നിർത്തലാക്കില്ല. വൈകിയാണെങ്കിലും അവിടങ്ങളിലും PNG എത്തുക തന്നെ ചെയ്യും.